ജെസ്സി ജെസ്സി ജെസ്സിക്ക് ഇന്ന് പോണ്ടായിരുന്നോ? ഇല്ല. ഇതെന്താ ബാഗൊക്കെ ആയിട്ട് പെട്ടെന്ന്? എല്ലാം പറയാം, അകത്ത് പോയിട്ട് പറയാം. വാ. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ? ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒരു മിനിറ്റ്. ചൂടുണ്ട്, അത് മെഡിസിൻ കഴിക്കുമ്പോൾ മാറും. നീ റെസ്റ്റ് എടു. എങ്ങോട്ട്? ഇങ്ങനെ വാ. ടോം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, അവള് ഹോസ്പിറ്റലായിരുന്നു ഇന്നലെ മൊത്തം. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യം അറിയണത്. ഹോസ്പിറ്റലിൽ പോയി കൂട്ടിരിക്കുന്നൊക്കെ കൊള്ളാം, എന്തിനു ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എടി, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയപ്പോൾ അവൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാണ്. പക്ഷെ വീട്ടിൽ അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണ്. അവർ വീട്ടിൽ ആന്റി വേറെ ആരുമില്ലേ? എടി, ആന്റി ഒരു മരണത്തിന്, ഒരു ബന്ധുവിന്റെ മരണത്തിന് തിരുവല്ലയ്ക്ക് പോയി. അപ്പോൾ ഒറ്റയ്ക്കല്ലേ? അതിന് പറ, അതിന് ഇപ്പൊ എന്ത് ചെയ്യുന്നു? അല്ല, അതുവരെ ഇവിടെ നിർത്തണമായിരിക്കും അല്ലേ? ടോമെ അപ്പുറം ഇപ്പുറമുള്ളവരൊക്കെ ഇതൊക്കെ കണ്ട എന്താ പറഞ്ഞ ടോമിനെ ഊഹിക്കാൻ പറ്റത്തല്ലേ ഉള്ളൂ. അപ്പൊ ഇനി അപ്പുറം ഇപ്പുറം ഉള്ളവർ പറഞ്ഞ എടി, അവർക്ക് വേറെ ആരും ഇവിടെ പരിചയമില്ല, നമ്മളെ മാത്രമേ പരിചയമുള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ അങ്ങനെ വിട്ടിട്ട് വരും? അവളുടെ വീട്ടിൽ വിളിച്ച് അവളുടെ പപ്പയുടെ മമ്മയുടെ വന്ന് നിൽക്കാൻ പറയണം മോളെ നോക്കാനായിട്ട്. എടേ, പപ്പയും മമ്മയും ചെന്നൈ പോയിരിക്കല്ലേ, അവർ ഇനി 3-4 ദിവസം എടുക്കും വരാൻ. നിനക്കെന്തേ കുഴപ്പമുണ്ടോ അവളോട് നിൽക്കണേല്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ എനിക്ക് കുഴപ്പമില്ല. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നീ എന്തെങ്കിലും ഉണ്ടാക്കും, മരുന്ന് കഴിക്കേണ്ടേ, കൊടുക്കണം. ഞാൻ എന്തെങ്കിലും സാധനം വല്ല വാങ്ങി ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അവള്? കാലവാരി നിലത്തടിക്കാൻ എനിക്ക് തോന്നുന്നത്. ഉളിപ്പില്ലാതെ വീണ്ടും വലിയ കയറി വന്നത് ഇങ്ങോട്ട് തന്നെ പണ്ടാരം. അതങ്ങനെ ചോദിക്കാനും ആരെങ്കിലും ഉണ്ടോ? അതുങ്ങൾ ആണെങ്കിൽ രണ്ടെണ്ണം ചെന്നൈ പോയി കിടക്കുക സദ്യ ഉണ്ണാനായിട്ട്. ആ ടോമിനാണെങ്കിൽ തലയ്ക്ക് വിവരവും ഇല്ല, ബുദ്ധിയില്ല. നിനക്ക് കൂട്ടുമില്ലേ? അതങ്ങനെ അവന്റെ കൂടെ കൂട്ട്, പിന്നെ എങ്ങനെ തലയ്ക്ക് ബുദ്ധി വരും? ആള് പിടിച്ചിരുന്നില്ല. കിടന്നോ കിടന്നോ, കഞ്ഞി എടുക്കട്ടെ? ഇല്ല, വേണ്ട ജെസ്സി, പിന്നെ മതി. വിശക്കുമ്പം പറഞ്ഞാ മതിയേ, ഫുഡ് കൊണ്ടുവരാം. ടോം എവിടെ? പുറത്തു പോയേക്കുക. വിഷമിക്കണ്ട, ഇപ്പൊ വരും. അറിയിക്കോ, ഉറക്കുന്നുണ്ടോ ഞാൻ നന്നായിട്ട്. നീ ഇതെന്തോ വെച്ചോണ്ടിരിക്കണ്ടി? കഞ്ഞിതാ വെന്തതാ പായസം പോലെയായി. എന്നാ പിന്നെ കുറച്ച് ശർക്കര ഇട്ട് തരാം. പോയിട്ട് എത്ര നേരം ആയെന്ന്? പോയിട്ട് എത്ര നേരം? ഞാൻ കടയിൽ തിരക്കായിരുന്നു, ഭയങ്കര ആള് ഉണ്ടായിരുന്നു. ഇതൊക്കെ വാങ്ങിക്കുള്ള പൈസ എവിടുന്ന ടോമിന്റെ കയ്യില്? അതുണ്ടായിരുന്നു. എവിടുന്ന് കിട്ടിയെന്നാ ചോദിച്ചത്. അത് കയ്യിലുണ്ടായിരുന്നു പൈസ. ടോം ഇങ്ങനെ ഓരോരോ എക്സ്ക്യൂസ് പറയാ, പൈസ എവിടുന്ന് കിട്ടിയെന്ന് പറ. അത് നീ കറണ്ട് ബില്ല് അടയ്ക്കാൻ തന്ന പൈസ എടുത്തു. എന്റെ കർത്താവ്, നിങ്ങളപ്പം കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ മറന്നുപോന്ന് വിചാരിച്ചിട്ട് ആ പൈസ ബില്ലൊക്കെ ഞാൻ ടോമിനെ ലയിപ്പിച്ചത്. അതിങ്ങനെയായോ? എനിക്കൊന്നും കേൾക്കണ്ട. മര്യാദക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കറണ്ട് ബില്ല് അടച്ചു. 2 ദിവസം ഉണ്ട് ഇനി അതിന്. അപ്പൊ അത് എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അടയ്ക്കാത്. നീ എന്തായാലും ജീവിക്ക് കഞ്ഞി കൊണ്ടുപോടും. ഞാനോ?
പിന്നെ ടോം കൊണ്ട് കൊടുത്താൽ മതി, ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അവളെ വീട് വരെ പോണം, അവൾ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്. നീ ഇത് കൊണ്ട് കൊടു. അതിന് ടോം എന്തിനാ പോകുന്നത്? പിന്നെ വയ്യാത്ത അവള് പോയി എടുക്കുവോ ഡ്രസ്സ്? കൊണ്ട് കൊടുക്ക്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇതായിരിക്കുന്നു പാത്രവും തവിയൊക്കെ. ശരി, ഞാൻ തന്നെ കൊടുത്തോളാം. എൻ്റെ അല്ലേ ഫ്രണ്ട്, ഞാൻ പോയി കൊടുക്കാം. ഞാൻ കൊണ്ട് കൊടുത്തോളാം. അല്ല വിടങ്ങോട്ട്. ചൂട് അങ്ങോട്ട് കീഴ് നീ നിക്കോട്ടോമേ. നിക്കാൻ വന്നേക്കുന്നു. മതിയോ? ഒരു ചെരുവം കഞ്ഞിയും കൂടെ എടുക്കാം. ഇല്ല വേണ്ട, മതി. ഉറപ്പാണോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നല്ല എല്ലാരും അമനുവിന് വയ്യാണ്ടായ സ്വന്തം കാര്യങ്ങളൊക്കെ അമനവനാ നോക്കുന്നത്, വേറെ ആരുടെ ഹെൽപ്പ് നോക്കാറില്ല. ഓ, എനിക്കത് പറ്റത്തില്ല ജെസ്സി. പനി വന്ന ആരുടെങ്കിലും ഒക്കെ സഹായം വേണം. വല്ലാത്ത കുഴപ്പം തന്നെ. എന്താ? രാത്രിത്തേക്ക് കഞ്ഞിയും പയറും പപ്പടവും മതിയൊന്ന് ചോദിക്കായിരുന്നു. മതിയല്ലേ? അതെ, ജിബിക്ക് ഓക്കെ എങ്കിൽ വീട്ടിൽ പോവാല്ലോ. ഈ പനിയും വെച്ചിട്ട് ഞാൻ തിരുവല്ലയ്ക്ക് പോവാനോ? അല്ല, അവിടെ ആകുമ്പോ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാല്ലോ. ഇപ്പൊ ഇവിടെയാണെങ്കിലും ഫ്രീ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതെ അല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റയ്ക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ പേടിയുണ്ടോ? പേടിയോ? എന്തിന്? ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരാള് മരിച്ചിട്ടുണ്ട്. ഇവിടെയോ? ഇവിടെ എന്ന് പറഞ്ഞ ഈ റൂമില് ആത്മഹത്യയായിരുന്നു. എന്നിട്ട് ടോമിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ടോം അല്ലേലും നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവരെ ഈ റൂമിലാണ് കൊന്നത്. അപ്പൊ ആത്മഹത്യ എന്നല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞേ? ആത്മഹത്യയാണോ കൊലപാതകമാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഈ റൂമിലാണ്, ഈ ബെഡിൽ കിടന്ന് അവര് മരിച്ചത്. അതിപ്പോ സാരമില്ല, മനുഷ്യനാകുമ്പോ തട്ടിപ്പോവില്ലേ, അതൊക്കെ സാധാരണല്ലേ? സാധാരണ. പക്ഷേ ഇതിലെന്താ പ്രശ്നമെന്നറിയാവോ? അവരുടെ ആത്മാവ് ഈ ബെഡ്റൂം വിട്ട് പുറത്തു പോയിട്ടില്ല. ഈ റൂമിലോ? ഈ കട്ടിലിൽ തന്നെ കിടക്കുവോ ആത്മാവ്. അതെങ്ങനെയാ ജെസ്സി? മരിച്ചു കഴിഞ്ഞാൽ ആത്മാവല്ലേ ആദ്യം മുകളിലോട്ട് പോണേ? ആത്മാവ് ആദ്യം മുകളിലോട്ട് പോകുന്നത്. പക്ഷെ അവർക്ക് മറ്റേ തളർവാദം പിടിച്ചിവിടെ കിടക്കുമായിരുന്നു. പിന്നെ ആത്മാവ് ഇവിടെ തന്നെ കിടന്ന് മരിച്ചപ്പോ. എനിക്കല്ലേ ഈ ഭൂത്തിലും പ്രേതത്തിലും വിശ്വാസം ഇല്ല, ഒട്ടുമില്ല. അപ്പൊ പിന്നെ കഥകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ കഴിക്ക്. കുറച്ചും കൂടെ കുടിക്ക്. മതിയോ? മതി. ഓ, അത് ശരി. കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞാ? ഞാൻ വന്നാൽ നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായല്ലേ? എന്തോ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ലടി. അപ്പൊ അങ്ങനെ രാത്രി എങ്ങനെ? കഞ്ഞി മതിന്ന് കഞ്ഞി പറഞ്ഞു. കഞ്ഞി മതിന്ന് പറഞ്ഞു. എന്റെ കൂടെ പപ്പടവും പയറും കൂടെ ആക്കാന്ന് ഞാനും പറഞ്ഞു. ഓ, അതല്ലേ ഞാൻ ചോദിച്ചത്. നീ എങ്ങനെ ഇവിടെ തന്നെ കിടക്കയില്ലേ? അപ്പൊ നിങ്ങൾ എവിടെ കിടക്കും? നമ്മള് സോഫയിൽ കിടന്നോളാം. ശരി എന്നാ. എന്തുവാണ്? ബെഡ്ഷീറ്റ് വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇങ്ങനെ മനുഷ്യനെ വിളിച്ചോളന്നത് മൂടാനായിട്ട്? മൂടാനായിട്ട് തന്നെ കൊണ്ടുവന്നത്. എന്തോന്ന്? മൂടി കിടക്കാൻ വേണ്ടിട്ട് ബെഡ്ഷീറ്റ് വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്കൊരു പുല്ലും വേണ്ട, നീ ഇത്തിരി പോയി കിടന്ന് ഉറങ്ങ. നീ കഷ്ടോ നോക്കണേ, ഉറക്കവും പോയി. വേണ്ടല്ലോ. വേണ്ടെങ്കിൽ വേണ്ടത്തില്ല. രാത്രി ചോദിച്ചാൽ എന്റെ അടുത്ത് വരരുത്. ബെഡ്ഷീറ്റ് വേണം. ഞാൻ ചെരുപ്പെടുത്ത് വായിക്കത്ത് കുത്തി വെച്ച് കഴിഞ്ഞു. എപ്പോ ഉറങ്ങുമോ എന്തോ, ഉറക്കവും പോയി. ജെസ്സി, അവിടെ ആരും ഇല്ല. രണ്ടുപേരും കൂടി പുറത്തു പോയി. പുറത്തു പോയോ? എപ്പോ? എന്നെ വിളിച്ച് പറഞ്ഞില്ല. അതിന് ജെസ്സിയോട് എന്തിനാ പറയുന്നേ? അവർക്ക് പുറത്തു പോണോന്ന് തോന്നി അവര് പോയി.
എന്റെ പൊന്നു ജെസി, ജെസി അല്ലാതെ വേറെ ആരെങ്കിലും അവരെ ഈ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോവോ? പോയി കഴിഞ്ഞപ്പോ ഇവിടെ എന്തായിരുന്നു രണ്ടും കൂടി ബഹളം. എനിക്ക് തോന്നി ജെസ്സി പോവാൻ വേണ്ടി ഒരു കാത്തിരിക്കുന്നു. ആ ബേഗ് സാധനമൊക്കെ ആയിട്ടാ പോയത്. എവിടെയൊക്കെ പോയെന്നല്ലോ പറഞ്ഞോ? വല്ല ഹോട്ടലിലേക്കും ആയിരിക്കും. ഈ പനിയും വയ്യാകെയൊക്കെ ഒരു അടവായിരുന്നാ എനിക്ക് തോന്നുന്നത്. വെറുതെ എന്തിനാ അവരെ വിളിച്ച് ശല്യം ചെയ്യുന്നേ? അവരെ വിളിച്ചാലും എന്തെങ്കിലും കള്ളം പറഞ്ഞ് ടോമൊഴി. ഞാൻ അന്നേ പറഞ്ഞില്ലേ ജെസി, ഇവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം, നമ്മളൊന്ന് കരുതിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനം കുടുംബം കൈവിട്ട് പോകുന്നു. എനിക്കറിയാം ഇതൊക്കെ ഇങ്ങനൊക്കെ തന്നെ സംഭവിക്കുന്നു. ഇനിയിപ്പോ കൂടുതൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ചാവി എവിടെയെങ്ങാനും കാണും. നീ വന്നാ എപ്പ എത്തി? എന്ത് മോഹം ഒരുമായിരിക്കണ? ടോം ഇത് എവിടെ പോയിരുന്നു ഇത്രയും നേരം? ഞാൻ ജീവിയെ കൊണ്ടുവിടാൻ വേണ്ടി പോയത്. ഈ കൊണ്ടുവിടുന്നതും വിളിച്ചോണ്ട് വരുന്നൊക്കെ എന്നെ കൂടെ വിളിച്ച് പറയണമെന്ന് ടോമിന് അറിഞ്ഞൂടെ? ഓ, വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അവള് പെട്ടെന്ന് ഞങ്ങൾക്ക് ഓക്കെ ആയി വീട്ടിൽ പോകണമെന്ന് ഞാൻ പിന്നെ അങ്ങോട്ട് വിട്ടു. അങ്ങോട്ടൊപ്പം തുള്ള നിൽക്കണം നിങ്ങള്. മനുഷ്യൻ സഹിക്കുന്നൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. കുറെ നേരമായി മനുഷ്യൻ നാടകം കാണാൻ തുടങ്ങിയിട്ട്. എന്തോന്നാണ് നീ എന്തോന്നാണ് പറയണ? ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്തൊരു ഫ്രണ്ട് പോലെ. ആ, വേറെ ആർക്കും ഇല്ലാത്ത ഫ്രണ്ട് എന്റെ ഫ്രണ്ട് തന്നെ. അതിനൂടെ ആർക്കാണ് ഇത്ര തെണ്ണം? എനിക്കാണ് തെണ്ണം. എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് അവളാണ് വലുത്, ഞാനാണ് വലുത്? എനിക്ക് അവളാണ് വലുത്. എനിക്കറിയാം നിങ്ങൾക്ക് അവളായിരിക്കും വലുതെന്ന്. അതാണല്ലോ എന്നെ ഇട്ടിച്ച് നിങ്ങൾ അവിടെ പുറകെ പോയത്. നിനക്ക് എന്ത് ചെയ്തു? നിനക്ക് ഭ്രാന്ത് വല്ലതും ഉണ്ടാ? നീ എന്തിനാണ് ഈ ഓരോ വൃത്തികൾ പറഞ്ഞത്? എനിക്കാ ഭ്രാന്ത്. നിങ്ങൾ കാണിക്കുന്നതിന് കുഴപ്പം ഒന്നുമില്ല. ഞാൻ എന്തോ കാണിച്ചു? നിങ്ങളൊന്നും കാണിച്ചില്ലേ? ഒന്നും കാണിച്ചില്ല. ടോമി, നിങ്ങളൊന്നും കാണിച്ചില്ലേ? നിങ്ങൾ എന്റെ സ്ഥലം ആലോചിച്ച് നോക്ക്. ഞാനാണ് ഇതുപോലെ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയുന്ന അമലിന്റെ കൂടെ ഇറങ്ങി പോയിരുന്നെങ്കിൽ നീ നിർത്തിക്കോ. എന്റെ കയ്യിൽ നിന്ന് പോകും ജെസി, ഞാൻ പറയാണ്. നീ നിർത്തിക്കോ. ഇങ്ങനെ ഒരു ധ്യാനല്ല ദൈവമേ ഞാൻ പോയി കെട്ടിയത്. മണ്ടത്തരമായി പോയി. മണ്ടത്തരം നിങ്ങൾക്കല്ല പറ്റിയത്, എനിക്കാ പറ്റിയത്. ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത നിന്റെ പുറകെ ഇറങ്ങി വന്ന് എനിക്കാ പറ്റിയത് മണ്ടത്തരം. നിർത്തടി, നിർത്ത്. നിർത്തുവാ എല്ലാം ഇവിടെ കൊണ്ട് നിർത്തുവാ. ഞാൻ എന്റെ വീട്ടിൽ പോവാ. നീ എവിടെ പോ? എന്താ ഇവിടെ ബഹളം? എനിക്കറിയണ ആന്റി, ഇവള് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ പറയാണ്. എന്റെ ജെസി പിന്നെയും തുടങ്ങിയോ? എന്തോ ഇത്? തുടങ്ങുമല്ല ആന്റി, എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാ. ഞാൻ എന്റെ വീട്ടിൽ പോവാ. നീ വെറുതെ എടുത്തിയാട് തീരുമാനം ഒന്നും എടുക്കല്ലേ. നമുക്ക് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ ടോമേ, നിനക്കൊന്നും പറയാനില്ലേ? ആന്റി, ഞാൻ എന്തോന്ന് പറയാ ആന്റി? അവർക്ക് ഞാൻ പറഞ്ഞ കള്ള നാട്ടുകാരൊക്കെ പറഞ്ഞാണ് അവർക്ക് വിശ്വാസം. അവർക്ക് ഇപ്പൊ നഷ്ടപ്പെട്ട എന്റെ അടുത്തുള്ള വിശ്വാസമാണ്. അത് പോയത് തന്നെ. നീ എന്തോന്നും ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല. ജെസി, എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലേ? ആന്റി, ഇതുവരെയുള്ള വാടകയുണ്ട്. ഇത് ഞാൻ വാങ്ങത്തില്ല. ഇത് തരുമ്പോ ഉള്ള നിന്റെ കണ്ണീരുണ്ടല്ലോ, അത് കണ്ടുകൊണ്ട് ഈ കാശ് മേടിക്കാൻ എനിക്ക് പറ്റത്തില്ല. ടോമേ, നീ ഇതെവിടെ പോകുന്നു? ഞാൻ മാത്രം ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാൻ ആന്റി? ഞാനും പോണം. അങ്ങനെ പറഞ്ഞ പോയിട്ട് തിരിച്ചു വരാൻ
തിരിച്ചു വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആൻറ്റി. എന്തായാലും പോകണം. ഞാൻ കാത്തിരിക്കും. ഈ വീട് നിങ്ങളെ കാത്തിരിക്കും. നിങ്ങൾ രണ്ടുപേരും വരണം. വരണേ ടോമേ. കണ്ട കണ്ട കൃത്യം 2 കഷ്ണമായത്. പിന്നെ വലിയ കാര്യമായിപ്പോയി. ലോകത്ത് ആദ്യമായിട്ടല്ലേ ചക്ക രണ്ടായിട്ട് പിളർന്നു വരുന്നത്. എടി നോക്കടി, രണ്ടും തുല്യമായിട്ട് 2 പാത്രമായത്. ഹോ, ഇത് കാണുമ്പോ ഞാൻ ഓർക്കുന്നത് പണ്ട് ഞങ്ങളുടെ പാട്ട് 2ആയി പിളർന്ന് 2 പാത്രമായത്. നിങ്ങളുടെ പാർട്ടിയല്ലേ, നിങ്ങളുടെ കുണം കൊണ്ട് അത് പിളർന്ന് ഇവരുള്ളത് നിന്നപ്പോ വളർന്നു. അതുപോലെയാണ് ചക്ക. എടി നീ വെട്ടിയാ കാണായിരുന്നു, ഒരു ചെറുതും ഒരു വലുതും ആയനെ. ഇത് നോക്ക്, സമാസമം. അതാണ് പിടി. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർക്കല്ലേ വെട്ടാനും മുറിക്കാനും ഒക്കെ നല്ല പരിചയം അല്ലേ? ഇത് നീ എന്നെ എന്റെ പ്രസ്ഥാനത്തെ ഒന്ന് ആക്കിയതാണല്ലോ. അച്ചടക്കലെങ്ങനെ നടത്തിയാണ്ടല്ലോ, പഠിപ്പിക്കും ഞങ്ങള്. നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട, നിങ്ങളുടെ പാർട്ടിക്കാരെ കൊണ്ട് പഠിപ്പിക്കേ. എന്നിട്ട് മതി ഇങ്ങോട്ടുള്ള കയറ്റം. എടീ, ഒരു മുതിർന്ന നേതാവിനെ ചോദ്യം ചെയ്ത് ഉത്തരം മുട്ടിച്ചാലുണ്ടല്ലോ, നല്ല വെട്ടുകത്തിയിരിക്കുന്നത് കുത്തി ഉണാക്കി കേട്ടു ഞാൻ. ആദ്യം നിങ്ങളിത് ചക്ക വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് തന്നു കഴിഞ്ഞോണ്ടാ നിങ്ങൾക്ക് വേവിച്ചു തരും. ഇല്ല തരത്തുമില്ല. ആദ്യം നീ പറഞ്ഞ് ചക്ക വെട്ടിയാ മതിയൊന്ന്, ഇപ്പൊ പറഞ്ഞത് വൃത്തിയാക്കാനോ? സംസാരം നിർത്തിയിട്ട് ചക്ക വെട്ടി വൃത്തിയാക്കാന്. വെട്ടുപടിയാൻ വെട്ടി വൃത്തിയാക്കും. അതെ, നോക്കിക്കൊണ്ടിരിക്കാതെ ഒരു ചായ എടുക്ക. ആ കൂടെ കിട്ടുന്ന ഒരു ഇച്ചിരി സമയവാ. ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ. നീ അങ്ങനെ കുത്തിയിരിക്കണ്ട കേട്ടോ. ചായ ഇട്ടിട്ട് പോയി റെസ്റ്റ് എടുത്താ മതി.